നമസ്കാരം. ഇറാന്റെ ആണവായുധങ്ങൾ പെന്റഗണിനെ ചോരക്കളമാക്കി. അമേരിക്കയുടെ ആയുധശേഖരം തീയിട്ട് നശിപ്പിച്ച ഇറാൻ പശ്ചിമേഷ്യയിൽ യുദ്ധം വീണ്ടും കൊടുമ്പിരിക്കൊള്ളുമ്പോൾ അമേരിക്കയുടെ ആയുധശേഖരം പൂർണ്ണമായിട്ടും തീർന്നിരിക്കുന്നു. അമേരിക്കയുടെ യഥാർത്ഥ സൈനിക അവസ്ഥ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും പൂർണ്ണമായിട്ടും അറിയില്ലായിരിക്കാം എന്നതാണ് പെന്റഗണുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സൂചന എന്ന് പറയപ്പെടുന്നത്. യുദ്ധത്തിനുള്ള ഉത്തരവ് നൽകുന്ന വൈറ്റ് ഹൗസിന് യുദ്ധം എത്ര ദിവസം താങ്ങി നിർത്താൻ കഴിയുമെന്ന യാഥാർത്ഥ്യം പോലും മറച്ചുവയ്ക്കപ്പെടേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു അമേരിക്ക. അമേരിക്കയുടെ ആയുധശേഖരം പൂർണ്ണമായിട്ടും തീയിട്ട് നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഇറാൻ എത്തിച്ചേർന്നിരിക്കുന്നു. അതേസമയം ഇറാൻ്റെ ആണവായുധങ്ങൾ പെന്റഗണിനെ ചോരക്കളമാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ. അമേരിക്ക ലോകത്തിന് മുന്നിൽ ശക്തിയുടെ പ്രതീകമായിട്ട് സ്വയം അവതരിച്ച രാജ്യമാണ്. പതിറ്റാണ്ടുകളായിട്ട് യുദ്ധങ്ങളും വിരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും കൊണ്ട് എതിരാളികളെ മുട്ടുകുത്തിച്ച മഹാശക്തിയെ ആവശ്യമെങ്കിൽ ഒരേ സമയം 2 യുദ്ധങ്ങൾ പോലും ജയിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം ഒരു കാലത്ത് അമേരിക്കയുടെ പ്രഖ്യാപനവുമായിരുന്നു. പക്ഷേ ഇന്ന് അതേ അമേരിക്കയെക്കുറിച്ച് ലോകം ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: മഹാശക്തിയുടെ ആയുധപ്പുര ശൂന്യമാവുകയാണ് എന്നുള്ളതാണ്. ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾക്ക് ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ പെന്റഗണിന്റെ മതിലുകൾക്കുള്ളിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ലോകത്തെ സംരക്ഷിക്കുമെന്നും എതിരാളികളെ ഏത് നിമിഷവും തകർക്കാനാകുമെന്നും അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ഇന്ന് സ്വന്തം ആയുധശേഖരത്തെക്കുറിച്ച് തന്നെ ഗുരുതരമായിട്ടുള്ള ആശങ്കകൾ ഉയരുകയാണ്. അത്യാധുനികമായിട്ടുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം അതിവേഗം കുറഞ്ഞു വരുന്നുവെന്ന മുന്നറിയിപ്പുകൾ, കൃത്യതയാർന്ന ആക്രമണ ആയുധങ്ങളുടെ ലഭ്യത അപകടകരമായിട്ടുള്ള രീതിയിൽ ക്ഷയിക്കുന്നുവെന്ന വിലയിരുത്തലുകൾ. ഇതിനിടെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പുറത്തുവിട്ട കണക്ക് കൂടുതൽ ഞെട്ടിക്കുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ട സൈനിക നടപടികൾക്ക് മാത്രം ഏകദേശം ഇതിനകം $37.5 ബില്യൺ അമേരിക്ക ചെലവാക്കി കഴിഞ്ഞു. എന്നാൽ ഏറ്റവും സ്ഫോടനാത്മകമായിട്ടുള്ള ആരോപണം ഇതൊന്നുമല്ല. അമേരിക്കയുടെ യഥാർത്ഥ സൈനിക അവസ്ഥ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും പൂർണ്ണമായിട്ട് അറിയില്ലായിരിക്കാം എന്നതാണ് പെന്റഗണുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സൂചന എന്ന് പറയപ്പെടുന്നത്. യുദ്ധത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവ് നൽകുന്ന വൈറ്റ് ഹൗസിന് ഈ യുദ്ധം എത്ര ദിവസം താങ്ങി നിർത്താൻ കഴിയുമെന്ന യാഥാർത്ഥ്യം മറച്ചുവയ്ക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. ലോകത്തെ വിറപ്പിച്ച അമേരിക്കൻ സൈനിക സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങളുടേതുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി പശ്ചിമേഷ്യയുടെ ഭാവിയും ഒരുപക്ഷെ ലോകരാഷ്ട്രീയത്തിൻ്റെ അടുത്ത അധ്യായവും നിർണ്ണയിക്കാൻ പോകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വീണ്ടും രൂക്ഷമാവുകയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ്. വിമാനവാഹിനി കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ മേഖലയിൽ കൂടുതൽ വിന്യസിക്കപ്പെടുകയാണ്. വൈറ്റ് ഹൗസിൽ നിന്നുള്ള സന്ദേശങ്ങളും ഇറാനെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾക്ക് സാധ്യതയുണ്ടെന്നുള്ള സൂചനകൾ നൽകുന്നു. ജൂലൈ 21 ലെബനൻ പ്രസിഡന്റ് ജോസഫ് അവനുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം ഈ ആശങ്കകൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നു. ഇറാനെതിരായിട്ടുള്ള അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങൾ ഇതുവരെ പൂർണ്ണമായിട്ട് കൈവരിച്ചിട്ടില്ല എന്നായിരുന്നു ട്രംപിൻ്റെ നിലപാട്. അതായത് അമേരിക്ക ഈ അധ്യായം അവസാനിച്ചതായി കാണുന്നില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശം പുറത്തു വരുന്നു. എന്നാൽ യുദ്ധസജ്ജതയെക്കുറിച്ച്, അതിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്ക് പിന്നിൽ പെന്റഗണിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണ്? ഈ ചോദ്യത്തിനാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് പുതിയ വഴിത്തിരിവ് നൽകുന്നത്. ഇറാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നതുമായി പറയപ്പെടുന്ന ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കയുടെ പ്രധാന ആയുധശേഖരം ആശങ്കാജനകമായിട്ടുള്ള വേഗത്തിൽ കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളും ദീർഘദൂര പ്രിസിഷൻ ആക്രമണ ആയുധങ്ങളും പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ തീരുകയാണ് എന്ന് മുന്നറിയിപ്പുണ്ടാകുന്നു. സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കുകയാണെങ്കിൽ നിലവിലെ ശേഖരം ഉപയോഗിച്ച് ദീർഘകാലം അമേരിക്കയ്ക്ക് യുദ്ധം തുടരുക അതീവ പ്രയാസകരമാകും എന്നുള്ളതാണ്. അപ്പോൾ അതിലും ഗുരുതരമായിട്ടുള്ള ആരോപണം വൈറ്റ് ഹൗസിനെതിരെയാണ്. അമേരിക്ക വിശാലമായിട്ടുള്ള യുദ്ധത്തിനാണ് തയ്യാറെടുക്കുന്നത്, എന്നാൽ അതിനാവശ്യമായിട്ടുള്ള ആയുധശേഷി ഇപ്പോൾ രാജ്യത്തിനില്ല. ഈ യാഥാർത്ഥ്യം വൈറ്റ് ഹൗസിന് പൂർണ്ണമായിട്ട് അറിയാമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഈ പരാമർശം അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തിനുള്ളിൽ വിവരവിനിമയത്തെക്കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥ അവസ്ഥ അറിയാതെയാണോ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന സംശയം ഇതോടുകൂടി ശക്തമാകുന്നു. ഇതേസമയം മറ്റൊരു നിർണായക കണക്ക് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സെനറ്റ് അപ്രോപ്രിയേഷൻ കമ്മിറ്റി ഹിയറിംഗിൽ സാക്ഷ്യം പറയുന്നതിനിടെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സൈനിക നടപടികൾക്കായിട്ട് ഇതുവരെ $37.5 ബില്യൺ ചെലവ് വന്നതായിട്ട് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇതേ കണക്ക് ഏകദേശം $29 ബില്യൺ ആയിരുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെലവ് കുത്തനെ ഉയർന്നുവെന്നതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അതേസമയം പെന്റഗണിന് $67 ബില്യൺ അധിക ധനസഹായം ആവശ്യപ്പെട്ടാണ് ഹെഗ്സത്ത് കോൺഗ്രസിനെ സമീപിച്ചിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ സാമ്പത്തിക ഭാരം അമേരിക്കൻ പ്രതിരോധ ബജറ്റിനെ എത്രത്തോളം ബാധിക്കുന്നുവെന്നതിന് ഇത് വലിയ വ്യക്തമാകുന്ന സൂചനകളാണ്. ഈ സാമ്പത്തിക നഷ്ടം മാത്രമല്ല പ്രശ്നം. യുദ്ധത്തിൽ ചിലവാകുന്ന ഓരോ മിസൈലും, ഓരോ പ്രസിഷൻ ആയുധവും വീണ്ടും നിർമ്മിക്കുവാൻ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ ആവശ്യമായി വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അമേരിക്ക ആശ്രയിക്കുന്ന അത്യാധുനികമായിട്ടുള്ള
ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ നിർമ്മിക്കുന്നത് സാധാരണ വ്യാവസായിക ഉൽപ്പാദനം പോലെ അല്ല. ഉയർന്ന സാങ്കേതിക വിദ്യ, പ്രത്യേക ഘടനകൾ, സങ്കീർണമായിട്ടുള്ള ഉൽപ്പാദന ശൃംഖല, ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾക്ക് നേടിയ തൊഴിലാളികൾ എന്നിവയെല്ലാം ചേർന്ന് ആണിത് നിർമ്മിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഒരിക്കൽ ശേഖരം കുറഞ്ഞാൽ അത് അതിവേഗം പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതൊന്നല്ല എന്നുകൂടി പറയട്ടെ. ആയുധങ്ങൾ കുറഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് അതിന് വേണ്ട കാലതാമസം ഒരുപാടാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും നിർണായകമാകുക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായിരിക്കും. ഇറാൻ വർഷങ്ങളായിട്ട് ഈ ബാലിസ്റ്റിക് മിസൈലുകളിലൂടെയും ഡ്രോണുകളുടെയും ഒക്കെ വികസനത്തിൽ വലിയ നിക്ഷേപമാണ് നടത്തിയത്. ഇവിടെ വൻതോതിൽ മിസൈലുകൾ ഒരേ സമയം പ്രയോഗിക്കുന്ന തന്ത്രവും ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ അമേരിക്കയും സഖ്യകക്ഷികളും വലിയ തോതിൽ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരും. ഓരോ ആക്രമണ തരംഗത്തിനും പിന്നാലെ കൂടുതൽ പ്രതിരോധ മിസൈലുകൾ ആവശ്യമായിട്ട് വരും. യുദ്ധം നീണ്ടുപോയാൽ അതിൻ്റെ ശേഖരം വേഗത്തിൽ തീരാൻ സാധ്യതയുണ്ടെന്നുള്ള കണക്കുകൾ പുറത്തു വരികയും ചെയ്യും. പ്രിസിഷൻ ഗൈഡസ് മ്യൂണിഷൻസ് എന്ന് പറയപ്പെടുന്ന കൃത്യതയായിട്ടുള്ള ആക്രമണ ആയുധങ്ങളും അമേരിക്കയുടെ പ്രധാനമായിട്ടുള്ള ശക്തികളിൽ ഒന്നാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭൂഗർഭ ബങ്കറുകൾ, മിസൈൽ ലോഞ്ചറുകൾ, കമാൻഡ് സെൻറ്ററുകൾ തുടങ്ങിയ ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട് ആക്രമിക്കുവാൻ ഇവ ഉപയോഗിക്കുന്നു. എന്നാൽ ഇവയുടെ ഈ നിർമ്മാണവും അത് ചിലവേറിയതും സമയമെടുക്കുന്നതുമാണ് എന്നുള്ളതാണ്. ഒരേ സമയം ഒന്നിലധികം യുദ്ധമേഖലകളിൽ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നാൽ അമേരിക്കയുടെ ശേഖരം വേഗത്തിൽ കുറഞ്ഞേക്കാം എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ആശങ്ക. അമേരിക്കയുടെ പ്രശ്നം ഇറാൻ മാത്രമല്ല എന്നതാണ് ഈ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. യൂറോപ്പിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടരുകയാണ്. അവിടെ യുക്രൈന് ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകുന്നത് അമേരിക്കയാണ്. മറുവശത്ത് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൈനിക മത്സരം ശക്തമാകുന്നു. തായ്വാൻ കടലിടുക്കിലെ സാഹചര്യം എന്ന് പറയപ്പെടുന്ന എപ്പോൾ വേണമെങ്കിലും കൂടുതൽ വഷളാകാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ മധ്യപൂർവേഷ്യയിൽ മറ്റൊരു വിശാലമായിട്ടുള്ള യുദ്ധമേഖല തുറക്കുന്നത് അമേരിക്കയുടെ സൈനിക വിഭവങ്ങളെ ഒരേ സമയം 3 വ്യത്യസ്ത മേഖലകളിലേക്ക് വിഭജിക്കേണ്ട അവസ്ഥ ഇവിടെ സൃഷ്ടിക്കപ്പെടാം. ഇതിനിടെ സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിലെ പ്രതിരോധ വിദഗ്ധർ സെറ്റ് ജോൺസ് അടക്കമുള്ളവരുടെ മുന്നറിയിപ്പ് ഉണ്ടാകുന്നു. ഇറാനുമായിട്ട് നേരിട്ടുള്ള കരയുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കുന്നത് വലിയ തന്ത്രപരമായിട്ടുള്ള പിഴവാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. പ്രത്യേകിച്ച് കടലിടുക്കുകളിലോ ദ്വീപുകളിലോ അമേരിക്കൻ കരസേനയെ വിന്യസിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ വിന്യസിച്ചു കഴിഞ്ഞാൽ ദീർഘകാല സൈനിക കുടുക്കിലേക്ക് നയിക്കാമെന്നുള്ള മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. ട്രംപ് കരസേനയെ അയക്കുവാനുള്ള സാധ്യത പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ വിസമ്മതിച്ചതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ പുതിയ വിലയിരുത്തലുണ്ടാകുന്നത്. ഈ ബ്രിട്ടീഷ് പത്രമായിട്ടുള്ള ദ ടെലിഗ്രാഫ് പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ട് പെൻറ്റഗണിലുള്ള അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പുതിയ ആശങ്കകൾ ഉയർത്തുന്നതാണ്. പ്രതിരോധ വകുപ്പിനുള്ളിൽ നിശബ്ദതയുടെ സംസ്കാരം വളരുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ വളരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിലെ ആരോപണമെന്ന് പറയപ്പെടുന്നത്. പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സത്തിൻ്റെ നേതൃത്വത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന ഭയത്തെ അതിനെ തുടർന്ന് യഥാർത്ഥ സൈനിക വിലയിരുത്തലുകൾ തുറന്നു പറയാൻ പലർക്കും മടിയാണ് എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യഥാർത്ഥ വിവരങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ എത്തുന്നില്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന പ്രതിരോധ വിശകലന വിദഗ്ധരുടെ മുന്നറിയിപ്പ് കാണാതെ പോകരുത്. ഇവിടെ ചരിത്രം പരിശോധിച്ചാലും ഇത്തരത്തിലുള്ള വിവര വൈകല്യങ്ങൾ നിരവധി യുദ്ധങ്ങളിൽ വലിയ പരാജയങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. യുദ്ധം ആരംഭിക്കുന്നത് താരതമ്യേന എളുപ്പമാണ്, എന്നാൽ അതിനെ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന രീതിയിൽ വിജയകരമായിട്ട് കൈകാര്യം ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആയുധോൽപാദനം, വിതരണം, സൈനികരുടെ വിന്യാസം, വിമാനങ്ങളുടെ പരിപാലനം, സപ്ലൈ ചെയിൻ, സാമ്പത്തിക സ്ഥിരത, ഇവയെല്ലാം ഒരുപോലെ പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഘടകം അത് തകരുകയാണെങ്കിൽ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള സൈന്യത്തിന് മാത്രമാണ് ഈ പ്രതിസന്ധി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇറാൻ വർഷങ്ങളായിട്ട് പിന്തുടരുന്ന അസമത്വ യുദ്ധതന്ത്രമാണ്. പരമ്പരാഗത യുദ്ധത്തിന് പകരം മിസൈലുകൾ, ഡ്രോണുകൾ, പ്രോക്സി സായുധ സംഘങ്ങൾ, സമുദ്രാതിർത്തിയിലെ ആക്രമണങ്ങൾ, സൈബർ യുദ്ധം തുടങ്ങി ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ എതിരാളിയെ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ക്ഷീണിപ്പിക്കുന്നതാണ് ടെഹ്റാൻ്റെ രീതി എന്ന് പറയപ്പെടുന്നത്. അതിനാൽ യുദ്ധത്തിൽ വിജയിക്കുന്നത് ആയുധങ്ങളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല, അവ എത്ര കാലം നിലനിർത്താൻ കഴിയുമെന്നതാണ് നിർണായകമാകുന്നത്. ഇവിടെ ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ടുകളോട് വൈറ്റ് ഹൗസോ പെൻറ്റഗണോ ഔദ്യോഗികമായിട്ട് വിശദീകരണം ഒന്നും തന്നെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രംപിൽ നിന്ന് യാഥാർത്ഥ്യം മറച്ചവയ്ക്കപ്പെടുന്നു എന്ന ആരോപണം അത് ഇപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല. എന്തായിരുന്നാലും ഈ വിവിധ മാധ്യമങ്ങളുടെയും പ്രതിരോധ വിദഗ്ധരുടെയും പുറത്തു വരുന്ന സമാനമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഒരേ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നുള്ളത്. അമേരിക്കയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ യുദ്ധം ആരംഭിക്കുന്നതല്ല, പകരം യുദ്ധം ദീർഘകാലം താങ്ങി നിർത്തുവാനുള്ള ശേഷി നിലനിർത്തുക എന്നത് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മുന്നിലുള്ള വളരെ വലിയ ചോദ്യം 37.5 ബില്യൺ ഡോളറിൻ്റെ ചെലവ് ഇതിനകം ഉണ്ടായിരിക്കെ ആയുധശേഖരം കുറഞ്ഞു വരികയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ, റഷ്യ യുക്രൈൻ യുദ്ധവും ചൈനയുമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള മത്സരവും തുടരുന്ന സാഹചര്യത്തിൽ ഇറാനെതിരെ മറ്റൊരു വിശാല സൈനിക നീക്കം അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ താങ്ങാനാകുമോ എന്നുള്ളതാണ്.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയെക്കുറിച്ച് ഇന്നുയരുന്ന ഈ ചോദ്യം വരും ദിവസങ്ങളിലെ ഈ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ഒപ്പം തന്നെ ആഗോള സുരക്ഷാ കണക്കുകൂട്ടലുകളെയും ഒക്കെ നിർണ്ണയിക്കുന്ന പ്രധാന വിഷയമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇറാൻ്റെ ആണവായുധങ്ങൾ പെൻറ്റഗണിലേക്ക് വീഴുകയാണെങ്കിൽ അവിടെ ചോരക്കളമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ അമേരിക്കയുടെ ആയുധശേഖരം ഏത് വിധേനയും തച്ചു തകർക്കുക, അതിനെ തീയിടുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇറാനും നടന്നെടുക്കുന്നത്. അങ്ങനെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നു. അമേരിക്കയുടെ ആയുധശേഖരം പൂർണ്ണമായിട്ടും തീർന്നിരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അമേരിക്കയുടെ യഥാർത്ഥ സൈനിക അവസ്ഥ എന്ന് പറയപ്പെടുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും പൂർണ്ണമായിട്ടും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധത്തിനുള്ള ഉത്തരവ് നൽകുന്ന വൈറ്റ് ഹൗസിന് ഈ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അത് എത്ര ദിവസം താങ്ങി നിർത്താൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം പോലും അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ മറച്ചുവെക്കപ്പെടുന്നു. അമേരിക്കയുടെ ആയുധശേഖരം പൂർണ്ണമായിട്ടും തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നു ഇറാൻ്റെ മിസൈലുകൾ കത്തിച്ച് ചാമ്പലാക്കിയിരിക്കുന്നു ഇവരുടെ പല ആയുധശേഖര കൂട്ടങ്ങളെയും. അതേസമയം ഇറാൻ്റെ ആണവായുധങ്ങൾ പെൻറ്റഗണിനെ ചോരക്കളമാക്കി മാറ്റുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ഈ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വാഷിങ്ടണിലും ന്യൂയോർക്ക് സിറ്റിയിലും ഒപ്പം തന്നെ ഈ പെൻറ്റഗണിലുമൊക്കെ ഇതുപോലുള്ള തീക്കോളങ്ങൾ ഇനിയും വീഴും. ഇറാൻ്റെ കയ്യിൽ നിന്നുള്ള പുതിയ മിസൈലുകൾ പതിക്കുകയും ചെയ്യും. അങ്ങനെ അമേരിക്കയെ തച്ച് തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഇറാൻ കുതിക്കുകയാണ്.